കോഫിയൊക്കെ കുടിക്കാത്ത ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും അല്ലേ? ഒരു ദിവസം ചായയും അല്ലെങ്കിൽ കോഫിയൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഒരു ചായയുടെയും കോഫിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റിയാണ്. കണ്ടപ്പോഴേ കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മളുള്ളത് മുരല്യ ഡയറിയുടെ പ്ലാന്റിലാണ്, ട്രിവാൻഡ്രത്താണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കണ്ടു തന്നെ അറിയാം. UAE ആസ്ഥാനമായുള്ള SFC ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ കെ മുരളീധരൻ ലോകോത്തര പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് മുരല്യ വിഭാവനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് പ്ലാന്റാണിത്. 2017 പ്രവർത്തനം തുടങ്ങി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എമർജിംഗ് കേരള ഇനിഷ്യേറ്റീവിന് കീഴിൽ സ്ഥാപിച്ചതാണ് മുരല്യ. തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് സമീപം 500 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഫാമിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് മോഡലായാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഓട്ടോമേറ്റഡ് മിൽക്കിംഗ് പാർലറുകളും ഉയർന്ന നിലവാരമുള്ള കന്നുകാലി തീറ്റയ്ക്കായി പച്ചച്ചോളം കൃഷിയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ 7000-ലധികം കർഷകരിൽ നിന്ന് നേരിട്ട് പാലും ശേഖരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്ഷീര കമ്പനികളിൽ ഒന്നാണ് മുരല്യ. നമ്മുടെ ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് നടന്ന പ്രൊക്യൂർമെന്റ് തന്നെയാണ്. അപ്പോൾ നമ്മളോട് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻസ് AGM ഗോപികൃഷ്ണൻ സാറാണ്. ഞങ്ങൾക്ക് ഏകദേശം 7,000-ഓളം ക്ഷീര കർഷകർ ഞങ്ങളുടെ അവിടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന പാൽ അവിടെ തന്നെ അഡ്സോസിൽ തന്നെ ചില്ല് ചെയ്ത് ഇൻസുലേറ്റഡ് ടാങ്കേഴ്സിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഫാമേഴ്സിൻ്റെ ഇതിൽ ഞങ്ങളുടെ കളക്ഷൻ സെൻറ്ററിലും ഫാമിലുമെല്ലാം കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് അവിടെ കളക്ട് ചെയ്യുന്നത്. അവിടെ തന്നെ ഞങ്ങൾക്കൊരു ക്വാളിറ്റി കൺട്രോൾ ടീമുണ്ട്. അവരെല്ലാം ചെക്ക് ചെയ്ത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചില്ല് ചെയ്ത് ഇൻസുലേറ്റഡ് ടാങ്കറിൽ ഇവിടെ എത്തിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ സ്റ്റേജിലും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിപ്പം ഞങ്ങൾ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50 ക്വാളിറ്റി ചെക്സ് ചെയ്തതിന് ശേഷമാണ് അത് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി കൺട്രോളിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് ഇത് പോകുന്നത്. റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഫുള്ളി ഓട്ടോമൈസ്ഡ് ജർമ്മൻ ടെക്നോളജിക്കൽ പ്ലാന്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് പ്രൊഡക്ഷൻ്റെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്ത് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പിന്നെ കണക്ട് ചെയ്യും. ആ ചേംബർ ഈ ടാങ്കർ ഓക്കെയാണ്, ഞങ്ങളുടെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ഞങ്ങൾ റിസപ്ഷൻ ഡോക്കിലേക്ക് കണക്ട് ചെയ്യും. അതിന് ശേഷം ഈ ഒരു മെഷീനറിയുടെ പേരെന്താണ്? ഇത് റിസപ്ഷൻ ഡോക്കാണ്. ഇത് ഞങ്ങൾ റിസീവിങ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇത്. ഇവിടെ നിന്ന് ഇത് കണക്ട് ചെയ്ത് ഇവിടെ ഫിൽട്ടർ ആയതിനു ശേഷം ഇത് റോ മിൽക്ക് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകും, സൈലോസിലേക്ക് പോകും. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അവിടെ നിന്ന് റിസീവ് ചെയ്ത പാൽ അവിടെ നിന്ന് പമ്പ് ചെയ്ത് വീണ്ടും ഒരു ചില്ലറിൽ കൂടി പാസ് ചെയ്ത് വീണ്ടും ഞങ്ങൾ അതിനെ ചില്ല് ചെയ്യും, തണുപ്പിക്കും. 4 ഡിഗ്രിയിൽ വന്നാലും വീണ്ടും ഞങ്ങൾ ഒരു 3 ഡിഗ്രിയിലാക്കിയിട്ട് ഞങ്ങളുടെ റോ മിൽക്ക് സ്റ്റോറേജ് ടാങ്കിലേക്ക് വീണ്ടും ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റി ചെക്ക് നടക്കുമെന്ന് പറയില്ലേ. അപ്പോൾ എല്ലാ പാലും ഈ സൈലോയിലേക്ക് മാറ്റിയതിന് ശേഷം സൈലോയിൽ നിന്ന് ഞങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സാമ്പിൾ എടുത്ത് വീണ്ടും ചെക്ക് ചെയ്യും. എല്ലാ സൈലോസിൽ നിന്നും എടുക്കും. അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഞങ്ങളുടെ ഇൻറ്റേർണൽ SOP ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഓരോ സ്റ്റേജിലും ക്വാളിറ്റി ഞങ്ങളുടെ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാതെ ഇത് ചെയ്യാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകില്ല. ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് ആദ്യം മുതലേ അത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറും അനുസരിച്ച് മാത്രമാണ് ഇവിടെ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇത് ഞങ്ങളുടെ സ്റ്റാഫ് എൻട്രി പോയിൻ്റാണ്. സ്റ്റാഫ് എൻട്രി പോയിൻറ്റ് ഞങ്ങളിവിടെ ഓരോ ഹൈജനിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും, ഹൈജനിക് സ്റ്റെപ്സ് ഉണ്ടാവും. അതെല്ലാം എടുത്തതിന് ശേഷമാണ് സ്റ്റാഫാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നത്. ഞങ്ങൾ പാക്കിംഗ് സെക്ഷനിലുള്ളവർ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഓരോ ഇതും മെറ്റീരിയലും.
അതിനുശേഷം ഹാൻഡ് സാനിറ്റേഷനാണ്. സോപ്പ് ഓയിലും ഇതിന് വെച്ച് നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷൂവിലുള്ള ഇതെല്ലാം ഇത് ഞങ്ങളുടെ കെമിക്കൽ ലാബാണ്. ഉള്ള കെമിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം ഞങ്ങളുടെ സ്റ്റാൻഡേർഡായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവരിവിടെ തന്നെ അനലൈസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ഹെഡാണ് മിസ്റ്റർ ശൈലേന്ദ്രൻ. അപ്പോൾ ഇവിടെ ഈ നടക്കുന്ന എല്ലാ ക്വാളിറ്റി ചെക്സിൻ്റെയും എന്തൊക്കെയാണ് ഓരോ സ്റ്റെപ്പിലും ചെയ്യുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം കറക്റ്റ് പറയും. Good morning. Actually, this is our basic quality control laboratory. It runs 24/7. Okay. And here, if you see, is like every in-process testing and finished product testing will be done here. Now, if a tanker is coming up, tanker will be mentioning that we have around 50 tests. number of tests. Once it reaches the consumer അടുത്തെത്തുമ്പോൾ ഇതിനുള്ളിൽ ഞങ്ങൾ 50 ഇതിനുള്ളിൽ ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ കയറിയപ്പോഴേ പറയുന്നുണ്ട് ഏകദേശം 50 ക്വാളിറ്റി കൺട്രോൾ ചെക്സ് ചെയ്തിട്ടാണ് കൺസ്യൂമറിൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് തൊട്ടുള്ള ലാസ്റ്റ് വരെയുള്ള എല്ലാ ചെക്സും ഇവിടെയാണ് നടക്കുന്നത്. ആൻഡ് ഈ ലാബ് 24/7 വർക്കിങ്ങുമാണ്. വരുന്ന ടാങ്കർ വന്ന് നമ്മൾ as you told around 50 tests, minimum 50 tests will be tested. If you are taking a finished product, നമ്മപ്പോൾ മിൽക്കോ കേടോ അതിൻ്റെ ബാക്കപ്പ് ഏത് ടാങ്കർ എന്ന് വന്ന് എപ്പോൾ പാക്ക് ചെയ്ത് ആരോ ഓപ്പറേറ്റർ ആരോ ടെക്നിക്കൽ ഓഫീസർ എല്ലാ ബാക്കപ്പും നമ്മൾ എടുക്കാം. ഇതാണ് ഇവിടെ ബേസിക് കെമിക്കൽ ടെസ്റ്റിംഗ് ആണ്. മുകളിൽ മൈക്രോബയോളജി ലബോറട്ടറി. ആ ടാങ്കർ വൺസ് വന്നാൽ അവിടെ നമ്മുടെ ഓൺ BMC ഉണ്ട്. Okay, we have our own BMC there. There it will come with seal. Once it comes here, they will see the tanker is having the seal. Because in between there should not be any malpractice. They are not taking up milk and adding water or something. Okay, that is the main thing. They'll check it up. So they'll check the seal number and they'll take the sample and they'll check for every parameters, quality parameters. Once it's okay, they'll give the release. It will take minimum 2 hours to do all testing. After 2 hours only, after minimum 1.5 hours, that will be giving release to the online. It is through the system. It is through the system. It is not through manual. It is through system. Okay. And they'll give the release through the system. Then only they'll unload the tankers. After unloading the tankers, it goes to the tanks. You have seen the tanks there. Xylos. Okay. It goes to the xylo by chilling at 4 degrees. Already the milk is chilled at 4 degrees. Again, it will be chilled at 4 degrees. And they'll take it for processing. Either it will be taken for milk or curd or a yogurt, for ghee, like that. So that each step the sample comes here for testing. They'll test the samples. Once it's okay only, it goes for the next stage. Okay. While packing also they'll give the sample here. Once it's okay only, they'll start for packing. Whether it is as per that required standard, we'll see it, then only it will be allowed for standing. Then we have a top microbiology laboratory that will be done for each and every product, finished product that will be done. But from that, വർക്കേഴ്സിൻ്റെ ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ് എല്ലാം കറക്റ്റാണോ, അവരുടെ സാനിറ്റേഷൻ ഹാൻഡ് സാനിറ്റേഷൻ എല്ലാം കറക്റ്റാണോ, അതും അവർ സ്വാബ് എടുത്ത് ചെക്ക് ചെയ്യും. പിന്നെ ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലീനിങ്, ഓരോ ബാച്ച് കഴിഞ്ഞതിന് ശേഷം CAP ക്ലീനിങ്സ് ഉണ്ട്. പൈപ്പ് ലൈൻസും ഇത് അതെ ക്ലീനിങ് പ്ലേസ്. ആ ക്ലീനിങ്ങിനും ഞങ്ങളുടെ സ്റ്റെറിലിറ്റി എല്ലാം കറക്റ്റാണോ എന്ന് ക്വാളിറ്റി കൺട്രോളിൽ നിന്ന് ഒരു സ്വാബ് എടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അടുത്ത ബാച്ച് എടുക്കുകയുള്ളൂ. ഓരോ ബാച്ചിനും ആക്ച്വലി ഇങ്ങനെ ടിപ്പിക്കലായിട്ട് പറയില്ല നമ്പർ ഓഫ് ടെസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് വന്നു കഴിഞ്ഞിട്ട് ആ ടാങ്കറിൽ വന്നു കഴിഞ്ഞിട്ട് ഇവർ ഇത് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് സൈലോയിലേക്ക് വരുന്നു. എഗെയിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും പിന്നെ എന്നിട്ടും ടെസ്റ്റുണ്ട്. എല്ലാത്തിൻ്റെയും ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നമുക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ കാണാം. ഇതാണ് മൈക്രോബയോളജി ലാബ്. സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ടല്ലോ. ഇനോക്കുലേഷൻ ടെസ്റ്റ്. Inoculation method will be doing plating there. Like what are the samples, finished product are there, that will be plated there. Okay. And this is after they are doing that petri dish and they'll incubate it here at different temperatures for different tests. And here it is only for sterilization. Like for the this room is only for sterilization. Like what are the media they pour that will be sterilized in the autoclave. Okay, അതായത് ഇനോക്കുലേഷന് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണോ that will be also sterilized. That is sterilized with 121 degree with that autoclave there will be sterilization. Then after plating the washing will be done here. This is a decontamination room. So each should be a separate chamber.
Either every batch they'll be doing it. Every batch plus water sample, like in-process samples from tanks, they'll be taking the samples and they'll be doing Random item. No, we have a schedule. Like wherever, like in process, so we'll know what is the status, what is the count, we'll come to know. That is as per the finished product. There's a standard, FSSAI standards and the microbiology, bacteria item sheri, coliform item sheri, yeast and mold item standard, and that standard we have to maintain for the products. പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫൈനൽ പ്രോഡക്റ്റും അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലാബ് സെറ്റപ്പിൽ നമ്മൾ നോക്കും. അതായത് മൈക്രോബയോളജി ലാബാണ്, ഇവരിത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് പോലും, അതായത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ്, ഇവിടെ ഒരു സ്റ്റെറിലൈസേഷൻ റൂമുണ്ട്, ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നത് പോലും. അപ്പോൾ അത്രയും കീനായിട്ടുള്ള പ്രൊസീജിയറാണ് ഈ ഒരു ലാബിൽ നടക്കുന്നത്. ഏഴായിരത്തിലധികം ക്ഷീരകർഷകരുടെ വിശ്വസനീയമായ ശൃംഖലയുടെ പിന്തുണയോടെ തെങ്കാശിയിലെ 500 ഏക്കർ ഫാമിൽ നിന്നും തുടങ്ങുന്ന ഉൽപാദനം. ഫാമുകളിൽ നിന്ന് ശേഖരിച്ച പാൽ നേരിട്ട് താപനിയന്ത്രിത ടാങ്കറുകളിൽ തിരുവനന്തപുരത്തെ ഡയറി പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ശുദ്ധതയും സുരക്ഷയും ഉറപ്പാക്കാൻ വിവിധ ഘട്ടങ്ങളിലായി 50-ലധികം ഗുണനിലവാര പരിശോധനകളും ഇവിടെ നടത്തിവരുന്നു. നൂതന ജർമ്മൻ യന്ത്രങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡയറി പ്ലാന്റാണ് മുരളിയുടേത്. മുരളിയുടെ തന്നെ സിഗ്നേച്ചർ ക്രീമി ടെക്സ്ചറിനായി വിപുലമായ ഹോമജനൈസേഷൻ, ചില്ലിംഗ്, പാസ്ചറൈസേഷൻ കൂടാതെ ശുചിത്വമുള്ള പാക്കേജിംഗ് എന്നിവയും പ്ലാന്റിൽ ഉറപ്പുവരുത്തുന്നു. ഇത് ഞങ്ങളുടെ ഓപ്പറേഷൻ ഹെഡ് ശക്തി ശരവണ ഗാന്ധി. സോ ഓപ്പറേഷൻ പുള്ളിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുള്ളി ഓട്ടോമൈസ്ഡ് പ്ലാന്റാണ്. ഇവിടുത്തെ ഓരോ ഓപ്പറേഷനും ഇവിടെ ഇരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. The entire plant is getting controlled by here also, centralized. Each and every valve, everything it is getting operational. They will give command. This is tanker and load. ആദ്യം ആദ്യം കണ്ടത് ടാങ്കറിന് ഫസ്റ്റ് ആ ഒരു സ്റ്റോറേജിലേക്ക് പോകുന്നു. ഫ്രം ദെയർ ഒരു ചില്ലറിലേക്ക്. Chiller. This is the chiller. ഓക്കെ. Chiller തിരിച്ച് ഇവിടെ വരും. സൈലോസിൽ വരും. നമ്മൾ നേരിട്ട് കണ്ടതാണ്. ആദ്യം നമ്മൾ ഈ ടാങ്കറിന് ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് നേരെ ഒരു 4 സൈലോസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് പോകുന്നു. ആ ഒരു പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ സൈലോസ്, 4 സൈലോസ്. എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എല്ലാം ഇവിടെ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. From silo, we are taking all the milk from pasteurization. First pasteurization. Then it will go to the cream separation. Then we will remove the cream, and it is going to the homogenization. It will break the fats evenly. Then it is coming back to the heating section, final heating, 84. So we will heat the milk. Then again we will chill the milk. Then 4-degree temperature. It is going to the silo. The Back first to the floor. silo. Yes, first floor. There are two silos. One is raw, one is processed. Okay, and the process silo is horizontal. Is an first floor. Yes, Yeah, correct. horizontal. അത് കുറച്ച് അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഫുൾ ഏരിയ. ഇവിടെ തന്നെയാണ് ഈ ഒരു ഇപ്പം സാർ പറഞ്ഞ 1500 ലിറ്റർ ഫുൾ പ്രോസസ് ചെയ്ത് 10,000 liters per hour. 1,50,000 ലിറ്റർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ഒരു കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ നമുക്ക് 10,000 ലിറ്റേഴ്സ് ആണ് നമ്മുടെ കപ്പാസിറ്റി. പക്ഷേ ഓരോ പ്രോസസ്സിങ് ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും എൻ്റെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാം വീണ്ടും ക്ലീനിങ് പ്രൊസീജിയർ എല്ലാം ക്ലീനിങ് കഴിഞ്ഞ് എല്ലാം ഓട്ടോമേറ്റഡ്. താഴെ നമ്മൾ ഇനിഷ്യലി 4 സൈലോസിന് കൂളിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വന്ന് ഹോമജനൈസേഷൻ പാസ്ചറൈസേഷൻ ആണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് വി ഗോ ഫോർ റിമൂവിങ് ദ ക്രീം മാറ്റി ഫാറ്റ്സ് ക്രീം ഞങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അതായത് ഞങ്ങളുടെ ടോണ്ട് മിൽക്കും ഹൈ ഫാറ്റ് മിൽക്കുമാണ് ഞങ്ങൾക്കുള്ളത്. ടോണ്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ നോർമൽ മിൽക്കിൽ അറൗണ്ട് 4.3 to 4.5% ഉണ്ടാവും. അപ്പോൾ ടോണ്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ അബൌട്ട് 3% വെച്ചാൽ അപ്പോൾ ആ എക്സസ് ഫാറ്റ് മാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സസ് വരുന്ന ഫാറ്റ് അത് ക്രീം മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇസ് ഹോമജനൈസേഷൻ. അവിടെ സ്റ്റെബിലൈസേഷൻ ആണ് നടക്കുന്നത്. ഹോമജനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്കിൻ്റെ ആ ക്വാളിറ്റി
കീപ്പ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ്. ആൻഡ് ഇത്രയും സെറ്റ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞ് ഇത് നേരെ പമ്പ് ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ സൈലോസ് ആണുള്ളത്. ഈ കാണുന്ന ഹൊറിസോണ്ടൽ സൈലോസ് എന്നാണ് പിന്നെ പാക്കിങ്ങിലേക്ക് പോകുന്നത്. വൺസ് ആ സൈലോസ് പാക്കിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മെഷീനറിയും ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് നമുക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ആസിഡ് ക്ലീനിങ്, ലൈറ്റ് ക്ലീനിങ്, ദെൻ ഹോട്ട് വാട്ടർ. ഫസ്റ്റ് ആസിഡ് ക്ലീനിങ് ചെയ്യും, പിന്നെ ലൈറ്റ് ക്ലീനിങ് ചെയ്യും, ദെൻ ഹോട്ട് വാട്ടർ ക്ലീനിങ് ചെയ്തിട്ട് QCയിൽ റിലീസ് എടുത്തിട്ട് എന്നിട്ടും ആ ഒരു ക്വാളിറ്റി കൺട്രോളിൻ്റെ ചെക്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ചിന് വേണ്ടി റെഡി ആവുന്നത്, ഈ ഫുൾ സിസ്റ്റം റെഡി ആവുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ക്ലീനിങ്ങിലൊരു ഇഷ്യൂ പൊതുവേ വരാറില്ല. വരികയാണെങ്കിൽ തന്നെ ദി ഹോൾ പ്രോസസ്സ് ആസിഡ് ക്ലീനിങ്, ലൈറ്റ് ക്ലീനിങ്, പിന്നെ ഹോട്ട് വാട്ടർ ക്ലീനിങ് ഒന്നും കൂടെ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. താഴെന്നുള്ള സാനിറ്റൈസ് ചെയ്ത പാല് ഈ മോളിലുള്ള ഓരോ സൈലോസിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം വാൽവ് ഫ്ലഷേഴ്സ്. Whenever they are giving command, that valve will open and it is going down. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ, വാൽവിൻ്റെ കൺട്രോൾ ഇവിടെയാണ്. ഇതിൻ്റെ ബേസിക് കൺട്രോൾ എന്ന് പറയുന്നത് ആ കൺട്രോൾ യൂണിറ്റിലാണ്, താഴെയുള്ള കൺട്രോൾ റൂമിലാണ്. അവിടെ ഇരുന്നാണ് അവർ ഈ ഫുൾ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ബോട്ടിൽഡ് മിൽക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന മുരളിയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഇവിടുത്തെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലോ മോൾഡിംഗ് എന്ന് പറയും. ഇവിടെയാണ് ബോട്ടിൽസ് ബ്ലോ ചെയ്ത് മോൾഡ് ചെയ്തെടുത്തിട്ട് ഫില്ലിങ്ങിനായിട്ട് താഴേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ്. ശരിക്കും മുരളിയുടെ ഈ ഒരു ബോട്ടിൽ മുരളി ഓണായിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ സാധനത്തിൽ നിന്നാണ് ഈ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്ത് വരുന്നത്. ഇത് ശരിക്കും 150 to 200 ഡിഗ്രി സെൽഷ്യസിൽ ഈ ചെറിയ സാധനം ബ്ലോ ചെയ്തിട്ട്, അതായത് ഹീറ്റ് ചെയ്ത് ബ്ലോ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോഡക്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഈ ആക്ച്വൽ ബോട്ടിൽ മേളിൽ നിന്ന് ഒരു എയർ കൺവെയർ ബെൽറ്റ് വഴി താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് പിന്നെയും ഇതൊരു ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോകും. ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുത്തത് ഫില്ലിംഗ് ആണ്. ഈ ഫില്ലിംഗ് കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെയാണ് ക്യാപ്പിംഗ് നടക്കുന്നത്. ഈ ക്യാപ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ക്യാപ്പിങ്ങും കൂടെ കഴിഞ്ഞ് ഈ കൺവെയർ ബെൽറ്റ് വഴി തന്നെ അടുത്ത ലേബലിംഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലേബലിംഗ് കഴിഞ്ഞിട്ടാണ് ഫൈനലി ഇത് ബാച്ച് ചെയ്യുന്നത്. ബോട്ടിൽസിൻ്റെ ഒരു ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 12 നമ്പേഴ്സ് ആണ് ഒരു പാക്കിൽ വരുന്നത്. അപ്പം അങ്ങനെയാണ് ബോട്ടിൽസ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് സാഷേസിൻ്റെ പാക്കിങ്ങും നടത്തുന്നത്. സാഷയുടെ കേസിൽ ഈ മെഷീനിൽ ഒരു മിനിറ്റിൽ 80 സാഷേസ് ആണ് ഒരു മിനിറ്റിൽ ഇത് പാക്ക് ചെയ്ത് വരുന്നത്.
പാക്ക് ചെയ്ത എല്ലാ ഐറ്റവും ഞങ്ങൾ കോൾഡ് റൂമിൽ 4 ഡിഗ്രി ആ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് അത് 4 ഡിഗ്രിയിൽ വയ്ക്കും. ആ 4 ഡിഗ്രിയിൽ തന്നെ ഞങ്ങൾ റെഫ്രിജറേറ്റഡ് വെഹിക്കിളിൽ കൊണ്ടുപോകും. ഈ ബോട്ടിൽസ് ആയാലും സാഷേസ് ആയാലും നേരെ സ്റ്റോറേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതാണ് ആ ഏരിയ. ഇവിടെ നിന്നാണ് ആവശ്യത്തിനനുസരിച്ച് വെഹിക്കിൾസിൽ, റെഫ്രിജറേറ്റഡ് കണ്ടെയ്നർ വെഹിക്കിൾസിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കോൾഡ് റൂമിൽ സ്റ്റോർ ചെയ്തിരുന്നത് ആവശ്യാനുസരണം മാർക്കറ്റിലേക്ക് പോകുന്നത് ഇവരുടെ തന്നെ റെഫ്രിജറേറ്റഡ് വെഹിക്കിൾസ് ആണ്. ഇതിലേക്ക് ലോഡ് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് പോകുന്നു, കൺസ്യൂമറുടെ കയ്യിലെത്തുന്നു. Dancing in the light, like the morning breeze. അപ്പോൾ മുരളിയുടെ കാര്യങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ്? അതായത് റോ മെറ്റീരിയൽ പാല് വരുന്നു, ഒരു സ്റ്റോറേജിലേക്ക് എടുക്കുന്നു, അവിടെ നിന്ന് അത് ചില്ല് ചെയ്യുന്നു, പിന്നെ അത് വീണ്ടും സൈലോസിലേക്ക് പോകുന്നു. 4 വലിയ സൈലോസ്, വെർട്ടിക്കൽ സൈലോസ് നമ്മൾ കണ്ടു. അവിടെ ഫസ്റ്റ് ബാച്ച്, അവിടെ നിന്നൊരു ക്വാളിറ്റി ചെക്കും കാര്യങ്ങളും, പിന്നെയും അടുത്ത ക്വാളിറ്റി ചെക്സും കാര്യങ്ങളും, പിന്നെ എഗെയിൻ മെയിൻ പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നു. ആ പ്രോസസ്സിങ് നമ്മൾ കണ്ടതാണ്. ഒരു രീതിയിലുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട്. ലാസ്റ്റ് ആ സാഷേസ് മൂവ് ചെയ്യാൻ മാത്രമാണ് ആൾക്കാരുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അത് കഴിഞ്ഞിട്ട് നേരെ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അവരുടെ ചില്ലറിലേക്ക് വരുന്നു. അവിടുന്ന് പോകാൻ റെഡി ആയിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ വരാൻ പാകത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പാലും ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു കഥ ഇതിന് പിന്നിലുണ്ടെന്ന് ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ്.